ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പെരുന്നാൾ വ്ളോഗായിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പം കിച്ചണിലേക്ക് കയറി രാവിലെ തന്നെ നേരത്തെ തന്നെ എഴുന്നേറ്റിരുന്നു. അപ്പോൾ ചെറിയൊരു പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് പാലെടുത്തിട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ചു. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും പിന്നെ ഒരു 2 സ്പൂണോളം കോൺ പൗഡർ അത് കലക്കിയിട്ട് ഒഴിച്ചു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ചെറിയ തീയിൽ ചൂടാക്കിയെടുക്കുക. അപ്പോൾ അതൊരു തിക്നെസ് ആയിട്ടുള്ള ഒരു ഇതിൽ കിട്ടും. അതിലേക്ക് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാം. അണ്ടി, മുന്തിരി, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും, ബദാം ഒക്കെ ഇടാം. എൻ്റെ കയ്യിൽ മുന്തിരി ഉണ്ടായിരുന്നുള്ളൂ, ഞാനത് ഇട്ട് അങ്ങനെ ഫസ്റ്റ് ലെയർ ബ്രെഡ് സ്ലൈസ് ചെയ്ത് വെച്ചിരുന്നു. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ലെയറും സെറ്റ് ചെയ്യണം. അതിന് ബ്രെഡ് വീണ്ടും സ്ലൈസ് ചെയ്തത് അതിന് മുകളിൽ വെക്കുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ ബാക്കി വന്നത് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. ഞാനിവിടെ 2 ലെയറായിട്ടാണ് പുഡിങ് ചെയ്തെടുത്തത്. അപ്പം തിക്നെസ് കൂടുതൽ വേണമെന്നുള്ളവർക്കും 3 or 4 ലെയറായിട്ട് ചെയ്യാം. ഇതേ പ്രോസസ്സിന് ചെയ്താൽ മതി. ഇതിനിടയിൽ വേറൊരു അടുപ്പിൽ പായസം വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് സേമിയോ വറുക്കുന്നുണ്ട്, അത് അതിലേക്ക് ഇടുന്നുണ്ട്. അതിനിടയിൽ കൂടെയാണ് ഇത് സെക്കൻഡ് ലെയർ ചെയ്യുകയാണ്. അപ്പോൾ ഏകദേശം സെക്കൻഡ് ലെയറൊക്കെ കഴിഞ്ഞ് നമ്മുടെ പുഡിങ് ഏകദേശം ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പം കിച്ചണൊക്കെ ഏകദേശം നമ്മൾ സ്പീഡിലാണല്ലോ പണിയെടുക്കുന്നത്. അപ്പം പിന്നെ കിച്ചണിൻ്റെ ഭംഗിയെ നോക്കണ്ട കേട്ടോ. അങ്ങനെ സിസ്റ്ററിൻ്റെ മോനൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ പത്തിരിക്കുള്ള പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അന്നേരം ചൂടോടെ പത്തിരി ഉണ്ടാക്കി കൊടുക്കും. പിന്നെ കറി വെക്കണം, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം, ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കണം. ഉമ്മ ചിക്കൻ കഴിക്കില്ല, അപ്പോൾ ചെമ്മീൻ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു ഉമ്മക്ക്. പിന്നെ രാത്രി ഗസ്റ്റും ഉണ്ട്, അപ്പോൾ അവർക്കും കൂടി വേണം. പിന്നെ നമ്മളൊരു ഇറച്ചി കേക്ക് പാരാമെന്ന് വിചാരിച്ചു. അപ്പം ഇറച്ചി കേക്കിൽ നമ്മൾ ബ്രെഡ് പൊടിച്ചും കൂടി ചേർത്തിട്ടാണ്, കുറച്ച് ഹാർഡായിട്ടുള്ള ഇറച്ചി കേക്കാണ് ഉണ്ടാക്കുന്നത്. പിന്നെ സമൂസ ഉണ്ടാക്കണം, അങ്ങനെ ഇതൊക്കെ ചെയ്യണം. അപ്പം ഇതൊക്കെ അതിൻ്റെ കൂടെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ചെമ്മീൻ ബിരിയാണിക്ക് വേണ്ട ചെമ്മീനൊക്കെ പൊരിച്ചെടുക്കുകയാണ്. ഇറച്ചി കേക്ക് ഓൾറെഡി പാർന്ന് വെച്ചതുണ്ട്, അപ്പോൾ അത് കുക്കാവാൻ കുറച്ച് ടൈം എടുക്കും. പിന്നെ ഈ ലിഡിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മൈദാമാവ് ഒട്ടിച്ച് വെച്ചതാണ്. കാരണം ഈ ആവി പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കുക്കാവാനുള്ള ഫുഡ് എന്ത് ചെയ്യും, സ്ലോ ആവും. അപ്പോൾ ആ ലിഡിൽ എന്തെങ്കിലും ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കാവും. അതിനിപ്പം എന്ത് വെച്ചായാലും അടയ്ക്കാം കേട്ടോ, മൈദമാവ് തന്നെ വേണമെന്നൊന്നുമില്ല. ഏതൊരു ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ച് നേരം ദം ചെയ്ത് വെക്കണം, എങ്കിലേ ആ ബിരിയാണിക്ക് ആ ഫ്ലേവറും കൂടി വരുള്ളൂ. പിന്നെ ഇതിൻ്റെ പുറമെ സ്പ്രിങ് ജസ്റ്റ് കായം തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പള്ളി ഇറങ്ങിയിട്ട് മോൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു. പിന്നെ റിലേറ്റീവ്സൊക്കെ വരാൻ തുടങ്ങി. അതവിടുന്ന് എടുത്തതേനല്ലോ. എന്റെ മോളെ കാണിച്ചടി, സുന്ദരി സുന്ദരി.
ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.